പലപ്പോഴും പുതിയ കാല ജീവിത പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ആളുകൾക്ക് സ്വന്തം മനസ്സിനെ മറികടക്കാൻ കഴിയാറില്ല. ഭയങ്ങളാകാം, ആങ്സൈറ്റി ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തും ആകാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒരാൾക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുക? അതിനെന്തൊക്കെ മാർഗങ്ങളാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്? ഷിജോ പറയുന്ന ടോപ്പിക്ക് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് മെൻ്റൽ സ്ട്രെങ്ത്. ഒരു പക്ഷിയല്ല, തീർച്ചയായും ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ അവന് വേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ അസറ്റാണ് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളത്. മെൻ്റലി സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ സാധിക്കുക. അപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന പുസ്തകം തന്നെയുണ്ട്. ഇമോഷൻ ഇൻ്റലിജൻസ് 2.0 എന്ന പുസ്തകം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രശ്നങ്ങളെ ഉണ്ടാകുമ്പോൾ അതിന് മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല, നേരിടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതായുസ്സിൽ വേണ്ടതിൽ ഏറ്റവും വലിയ ഒരു നൈപുണ്യം, സ്കില്ലെന്ന് പറയുന്നത് മെൻ്റലി സ്ട്രോങ് ആകുക എന്നുള്ളതാണ്. ഇത് മാർക്കസ് ഒറീലിയസിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, മെഡിറ്റേഷൻസ് എഴുതിയ പുസ്തകമൊക്കെ എഴുതിയ അദ്ദേഹമാണ്. അതുപോലെ ആസ്ട്രാസെനെക്ക എന്ന് പറയുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി പണ്ട് കാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോയിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്, എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. അവർ തന്നെ പറയുന്നത് ജീവിതത്തിൽ പരാതികളില്ലാത്ത ജീവിതം, പരിഭവങ്ങളില്ലാത്ത ജീവിതം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സ്വതസിദ്ധമായ കഴിവോടും ശൈലിയോടും കൂടി നേരിടാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ്. അതുണ്ടെങ്കിൽ ഏത് പ്രശ്നം വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ ധാരാളം ആളുകൾ പ്രശ്നങ്ങൾ കേൾക്കുന്ന ആളുകളാണ്, ധാരാളം ആളുകളുടെ വിഷയങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. കുട്ടികളുടെ പ്രശ്നം മുതൽ മുതിർന്നവരുടെ പ്രശ്നം മുതൽ എല്ലാം കേൾക്കുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കും, നാം ആഗ്രഹിക്കും, ഇവർക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം ജീവിതത്തെ ഈസി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ചിലരെല്ലാം പ്രശ്നങ്ങൾ വളരെ ചെറിയ പ്രശ്നങ്ങളാണ്, ചില പ്രശ്നങ്ങളെല്ലാം വളരെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് ഇമോഷൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്തിലൂടെ സാധിക്കും. ഇതിനിപ്പോൾ ആസ്ട്രാസെനിക്കല്ല ഇതിനെ പറയുന്നത് അൺഅഫക്റ്റഡ്, റിമെയിൻ അൺഅഫക്റ്റഡ്. ഞാൻ പൊതുവേ വളരെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് പറയാനുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ പോവുകയാണ്, ഒരു വണ്ടി ഓടിച്ച് പോവുകയാണ്, എതിരെ ഒരാൾ വന്ന് വലിയ ഹോൺ അടിക്കുന്നു, ഒരാൾ വട്ടം ചാടുന്നു, വണ്ടി കുറുകെ വയ്ക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും. അതെ. അല്ലെങ്കിൽ ഞാൻ ഷിജോയുടെ മുഖത്തേക്ക് ഇയാൾ എന്ത് മോശക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഷിജോ തീർച്ചയായും എന്നോട് ദേഷ്യപ്പെടുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതെ അതെ. തിരിച്ച് ചിന്തിച്ച് നോക്കുക, ഷിജോയോട് ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. ഒരു പ്രാവശ്യം ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. രണ്ടാമത് ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. മൂന്നാമത് ചീത്ത വിളിച്ചു, ബുദ്ധൻ മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യൻ ശാന്തനായി കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒന്നും തിരിച്ചു പറയാനോ ദേഷ്യപ്പെടാനോ കഴിയാതിരുന്നത്? അദ്ദേഹം ഒരു കുടം കൊണ്ടുവരാൻ പറഞ്ഞു. കുടം കൊണ്ടുവന്നു, കുടം കമത്തി വെച്ചു. അതിനുശേഷം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ഈ കുടത്തിനകത്ത് ശേഖരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇത് തന്നെയാണ്, നീ കുറേ ദേഷ്യപ്പെട്ടു, നീ കുറേ ചീത്ത വിളിച്ചു, നീ കുറേ അസഭ്യം പറഞ്ഞു, ഇതിലൊരു തുള്ളി പോലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മിക്ക പ്രശ്നങ്ങളും ഡിപ്രഷനാകാം, ആങ്കറാകാം, സ്ട്രെസ്സാകാം, ആങ്സൈറ്റി ആകാം, എല്ലാം വരുന്നത് ഫ്രം അവർ ഈഗോ. അതെ. ഓൾ ദ ഇമോഷൻ ഇഷ്യൂസ് ആർ സ്റ്റെംസ് ഫ്രം ഈഗോ എന്നാണ് സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഷിജോയോട് ദേഷ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഷിജോ തിരിച്ച് ദേഷ്യപ്പെടുന്നു? കാരണം യു ആർ അഫക്റ്റഡ്. ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ, ചീത്ത വിളിച്ചപ്പോൾ, കുറ്റം പറഞ്ഞപ്പോൾ, വിമർശിച്ചപ്പോൾ, ദാറ്റ് ഈസ് അഫക്റ്റഡ് യു. അതെ. ദേഷ്യം മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി, അപ്പോൾ അവിടുത്തെ ഒരാൾ കമൻറ്റ് പറയുകയാണ്, ഇയാളെ കണ്ടിട്ട് ഇയാളുടെ ക്ലാസ്സിൽ മാത്രം നന്നാകാൻ സാധ്യതയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് വളരെ
ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയി? കാരണം ഞാൻ ഇത്ര മോശക്കാരനാണെന്ന് അയാൾ പറഞ്ഞുവല്ലോ എന്നുള്ള ആ ചിന്ത, അതെൻ്റെ ഈഗോയെ ഞാൻ ടച്ച് ചെയ്തു അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഒട്ടുമിക്കല്ല 100% ഇമോഷണൽ ഇഷ്യൂസും വരുന്നത് നമ്മുടെ ഈഗോയിൽ നിന്നാണ്. ദേഷ്യമാകാം, സങ്കടമാകാം, ഡിസപ്പോയിൻമെൻറ്റ്സ് ആകാം, എല്ലാം നമ്മെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എങ്ങനെ നമുക്ക് റിമെയിൻ അൺഅഫക്റ്റഡ് ആകുവാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കൂ. പലപ്പോഴും ആളുകൾ ഓഫീസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും എല്ലാം പുറത്ത് നടക്കുന്ന ആളുകളുടെ സംഭാഷണങ്ങൾ, അവരുടെ കമൻറ്റുകൾ, അവരുടെ ജീവിതങ്ങൾ, ഇതെല്ലാം കമ്പയർ ചെയ്തും അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ്ഡായി ഒരു സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിതം നയിക്കുകയാണ്. സത്യത്തിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തെ ആസ്വദിക്കുന്നില്ല. ഉള്ളത് സന്തോഷിക്കാൻ സാധിക്കുന്നു. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രശ്നമായി ഈ മനസ്സും ശരീരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മെൻ്റലി സ്ട്രെങ്ത് എന്ന് പറയുന്നത് റിമെയിൻ അൺഅഫക്റ്റഡ്. ഏത് പ്രശ്നം വന്നാലും എന്നെ അത് അഫക്റ്റ് ചെയ്യരുത്, നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത. ഇത് പറയുമ്പോൾ എംപതി എന്ന സ്കില്ലുണ്ടല്ലോ, എംപതറ്റിക് ആകണ്ട എന്നുള്ളതല്ല. ഒരാൾ കരയുമ്പോൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ എമ്പതി ഒരു സ്കില്ലാണ്, ഒരു അവസ്ഥ. എംപതി തീർച്ചയായും ഒരു സ്കില്ലാണ്. സ്കില്ലാണ്. കാരണം ഇപ്പോൾ ഓഫീസിൽ ഒരാൾ വൈകി വരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പെർഫോമൻസ് കുറയുന്നു. എമ്പതി ഇല്ലാത്ത ആൾക്ക് വേണമെങ്കിൽ വെറുതെ പറയാം, നീ എന്തിന് വൈകി വരുന്നു, അതെ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. ഒരു സ്കൂളിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു സ്കൂളിലൊരു കുട്ടി എല്ലാ ദിവസവും വൈകി വരുന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്നില്ല, അധ്യാപനം അടിക്കുന്നതിന് വഴക്ക് പറയുന്നുണ്ട്. ഒരു ദിവസം സ്കൂളിന് പുറത്ത് വെച്ച് ഈ കുട്ടിയുടെ കഷ്ടപ്പാടുകൾ ഈ അധ്യാപകൻ കാണുകയാണ്. അപ്പോഴദ്ദേഹത്തിന് ഈ കുട്ടിയോട് മനസ്സിലുണ്ടാക്കി പിന്നെ കുട്ടിയെ സഹായിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ചെയ്യാൻ സാധിച്ചത്. ഈ എംപതി എന്ന് പറയുന്നത്, ഈ ആൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, വൈകി വരുന്നുവെങ്കിൽ, ദേഷ്യപ്പെടുന്നുവെങ്കിൽ, പെർഫോമൻസ് കുറയുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഉള്ള സാഹചര്യം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതും ഈ സ്റ്റോയിക് പ്രിൻസിപ്പളിൻ്റെ വലിയൊരു കാര്യം. അതും മെൻ്റലി സ്ട്രോങ് ആൾക്ക് മാത്രമേ മറ്റുള്ളവൻ്റെ ഇമോഷൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ വികാരങ്ങളെ തന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് വളരെ കൂടുതൽ, നിൻ്റെ പ്രശ്നം എനിക്ക് താങ്ങാൻ സാധിക്കില്ല. ഒരു മെൻ്റലി സ്ട്രോങ് ആയ ആൾക്ക് എംപത്തറ്റിക് ആകാൻ സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി പോസിറ്റീവായി കൺസിഡർ ചെയ്ത് പെരുമാറാൻ സാധിക്കും. ഈഗോ ഉള്ളയാൾ, മെൻ്റലി സ്ട്രോങ് അല്ലാത്തയാൾ, അൺഅഫക്റ്റഡ് ആയിട്ടുള്ള അല്ലാത്തയാൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പോസിറ്റീവായി കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റിമെയിൻ അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് ചെയ്താലും എൻ്റെ ഇമോഷൻസിനെ ടച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. യു ആർ നോട്ട് കൺട്രോളിങ് മീ, ഐ ഹാവ് മൈ ലോക്കസ് ഓഫ് കൺട്രോൾ. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഡെസ്റ്റിനിയെ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. നത്തിങ് എക്സ്റ്റേണൽ ക്യാൻ ഇൻഫ്ലുവൻസ് മീ നെഗറ്റീവ്ലി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് വരാൻ സാധിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കും. പല ആളുകളുണ്ട്, ഒന്ന് പരാജയപ്പെട്ടാൽ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെഗറ്റീവായൊരു അപകടമുണ്ടായാൽ, പരാജയപ്പെടുകയോ കടമുണ്ടാകുകയോ ബ്രേക്കപ്പ് ഉണ്ടാകുകയോ മരണമുണ്ടാകുകയോ ചെയ്താൽ ജീവിതം തീർന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ മരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് വാർത്തകളിലൊക്കെ വായിക്കണം, ആരോ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, ഫോൺ തന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, ടീച്ചർ വഴക്കുമെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക. അതുകൊണ്ട് സാറന്മാരൊക്കെ വഴക്ക് പറയാൻ പേടി, അടിക്കാൻ പേടി, മാതാപിതാക്കൾക്ക് പേടി. ഇങ്ങനെയൊന്നുമല്ല സമൂഹം ആരോഗ്യമായി വളരേണ്ടത്. ഏത് പ്രശ്നത്തെയും മറികടക്കാനായിട്ടുള്ള മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെയാണ് മെൻ്റലി നമുക്ക് സ്ട്രോങ് ആകാൻ സാധിക്കുക? ഏത് പ്രശ്നം വന്നാലും നമുക്ക് എങ്ങനെയാണ് അത് നമ്മെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മെൻ്റലി സ്ട്രോങ് ആൾക്ക് മാത്രമേ മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് തിരിച്ചറിയേണ്ടത്? ഇപ്പോൾ ഒരു ആൾ പറയുകയാണ്, ഞാൻ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കാൻ കഴിവുള്ള ആളാണ്. ശരി, കഴിവുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് മനസ്സിലാകേണ്ടത്? യഥാർത്ഥ അയാൾ ഓടുകയും ആ ഓട്ടത്തിൽ വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം അതിൽ കഴിവുള്ള ആളാണെന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ആ ജീവിതത്തിലെ ഓട്ടത്തെ തുടർച്ചയായി ഓടുമ്പോൾ ചിലപ്പോൾ വീഴാം, അല്ലേ? ചിലപ്പോൾ പരാജയപ്പെട്ടിരിക്കാം. അപ്പോൾ ഈ പരിക്കുകളും മിസ്റ്റേക്കുകളും പരാജയങ്ങളുമാണ് ഒരു മനുഷ്യനെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നത്.